വെൽക്കം ടു വാവീസ് ക്രിയേറ്റിവിറ്റി. പുതിയ ചാനലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യുക. വ്യത്യസ്തമായ വട്ടയപ്പം തയ്യാറാക്കാം. ആവശ്യമുള്ള ചേരുവകൾ: 1 ഗ്ലാസ് പച്ചരി കുതിർത്തത്, 1/2 ഗ്ലാസ് തേങ്ങ വെള്ളം, 1 സ്പൂൺ ഈസ്റ്റ്, 1/2 ഗ്ലാസ് തേങ്ങ അരച്ചത്, 1/4 ഗ്ലാസ് പഞ്ചസാര, 4 മുതൽ 5 എണ്ണം ഏലക്ക. തേങ്ങയുടെ പുറത്തുള്ള കറുത്ത ഭാഗം മാറ്റിയതിന് ശേഷം ഒരു സ്ക്രേപ്പർ ഉപയോഗിച്ച് നന്നായി സ്ക്രേപ്പ് ചെയ്തെടുക്കണം. 3/4 ഗ്ലാസ് സ്ക്രേപ്പ് ചെയ്ത തേങ്ങയാണ് ആവശ്യമുള്ളത്. സ്ക്രേപ്പ് ചെയ്തെടുത്ത തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ആക്കിയതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കയും അതിലേക്ക് ആവശ്യമുള്ള വെള്ളവും ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. 1/4 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അരച്ചെടുക്കുമ്പോൾ നമുക്കൊരു 1/2 ഗ്ലാസ് പേസ്റ്റാണ് കിട്ടുന്നത്. എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാ വെള്ളത്തിലേക്ക് 1 സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. തലേന്ന് എടുത്തു വെച്ച തേങ്ങാ വെള്ളമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. കുതിർത്ത് വെച്ചിരിക്കുന്ന അരി നന്നായി കഴുകി മിക്സിയുടെ ജാറിലേക്ക് എടുത്തതിന് ശേഷം അതിലേക്ക് അരച്ച് വെച്ച തേങ്ങാ പേസ്റ്റും ആവശ്യമുള്ള പഞ്ചസാര, ഞാനിവിടെ 1/4 ഗ്ലാസ് പഞ്ചസാരയാണ് എടുക്കുന്നത്. മധുരം കുറച്ച് വേണമെങ്കിൽ കുറച്ച് ഉപയോഗിക്കാം, കൂടുതൽ വേണമെങ്കിൽ എക്സ്ട്രാ 1 സ്പൂൺ പഞ്ചസാരയും ചേർക്കാം. ഈസ്റ്റിൻ്റെയും തേങ്ങ വെള്ളത്തിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കുന്നു. 1 സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കി കൊടുക്കണം. വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കുമ്പോൾ നമുക്കതിൻ്റെ പരുവം നന്നായി മനസ്സിലാകും. മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുക്കേണ്ടത്. അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നോക്കണം. ഈ ഒരു പരുവമാണ്. ദോശമാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടിരിക്കണം മാവ്. ഇതൊരു 5 മണിക്കൂറത്തേക്ക് നമ്മൾ അടച്ച് വെക്കണം. 5 മണിക്കൂറിന് ശേഷം നമുക്ക് മാവ് ഇതുപോലെ പൊങ്ങി വന്നതായിട്ട് കാണാം. ആ മാവ് 1 സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കി കൊടുക്കണം. ഒത്തിരി ഇളക്കരുത്. ഇതിൻ്റെ ബബിൾസ് എല്ലാം ഒന്ന് മാറി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇഡ്ഡലി പാത്രത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇതുപോലെ തട്ട് കമഴ്ത്തി വെച്ചതിന് ശേഷം ഗ്യാസിൽ വെക്കണം. ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം മാവ് ഒഴിച്ച് എടുക്കണം. കേക്ക് ടിൻ ഇല്ലെങ്കിൽ നമുക്കൊരു സ്റ്റീൽ പ്ലേറ്റ് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ സ്റ്റീൽ പ്ലേറ്റ് ഇപ്പോൾ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കേക്ക് ടിൻ യൂസ് ചെയ്യുന്നത്. പകുതി മാവാണ് ഞാൻ ഈ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി മാവ് ഞാൻ ചെറിയ സ്റ്റീൽ ബൗൾസിൽ ആക്കി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോ ഈ വീഡിയോയുടെ അവസാനം കാണാൻ പറ്റും. ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും ചേർത്ത് നമുക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് അതിലേക്ക് ഇറക്കി വെച്ച് ഒരു 15 മിനിറ്റ് നേരം നന്നായി വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് വേവിക്കുന്നത്. ഹൈ ഫ്ലെയിം വെക്കാൻ പാടില്ല. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പെർഫെക്റ്റായിട്ട് അത് വെന്തിട്ടുണ്ടാവും. നല്ല മണം വരെ തുറക്കുമ്പം നന്നായി വെന്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കത് ഇളക്കിയെടുക്കണം. ഒരു കത്തി ഉപയോഗിച്ചാണ് ഇളക്കിയെടുക്കേണ്ടത്. നന്നായി തണുത്തതിന് ശേഷം വേണം ഇളക്കാൻ, എന്നാലേ അത് നന്നായി ഇളകി വരത്തുള്ളൂ. നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം റെഡിയായി. നല്ല സോഫ്റ്റാണ്, പെർഫെക്റ്റാണ്. അത് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ചോറൊന്നും ചേർക്കുന്നില്ല, തേങ്ങാപ്പാലോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ട് സോഫ്റ്റായിട്ട് വട്ടയപ്പം റെഡിയാക്കാം. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് വാവീസ് ക്രിയേറ്റിവിറ്റി.